സകല മനുഷ്യരും പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വിഷയം അക്ബർ സാഹിബിന്റെ മനസ്സിലെ സ്ത്രീ വിഷയം കേട്ടോ, അല്ലെങ്കിൽ നിക്കാഹുമായിട്ടുള്ള ബന്ധമാണ്. നിങ്ങൾക്ക് അക്ബറിനെ ചിലപ്പോൾ അറിയാതിരിക്കാം. അദ്ദേഹം ഒരു കാലത്ത് കേരളക്കര മുഴുവനും ഓടി നടന്ന സ്റ്റേജൊക്കെ വലിച്ചു കെട്ടി ഇസ്ലാമിലെ നന്മകളെ പറ്റി പറയുകയും ബൈബിളിനെ വളരെ ഇകഴ്ത്തി പറയുകയും, ബൈബിളിനെ അല്ല മറ്റുള്ള മതങ്ങളെ മുഴുവനും ഇകഴ്ത്തി പറയും, ഇസ്ലാമാണ് വലുത് എന്നുകൊണ്ട് ഒരു വലിയൊരു തേരോട്ടം നടത്തിയ ഒരു വ്യക്തിയാണ്. ഇപ്പോൾ മൂക്കിപ്പിടിക്ക് പോലും കാണാനില്ല. കാരണം അനിസ്പ്രയുടെ പരസ്യം പോലെയാണ്, ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞ കണക്കാണ് അക്ബറിന്റെ അവസ്ഥ. ഇന്നത്തെ വിഷയം പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് അക്ബർ സാഹിബ് പറയുന്ന ഒരു വിഷയമുണ്ട്. ആ വിഷയം കേട്ട് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അദ്ദേഹം പറയുന്നത് വിവാഹമോചനത്തിന് അല്ലെങ്കിൽ വിവാഹത്തുമായിട്ട് ബന്ധപ്പെട്ടോ ബൈബിളിൽ ഒരു നിയമവ്യവസ്ഥ ഇല്ല എന്നാണ് പറയുന്നത്. അക്ബർ സാഹിബ് ബൈബിൾ വായിക്കുന്നത് ഏത് ആത്മാവിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് ആത്മാവില്ല, എങ്കിലും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന് വിപരീതമായിട്ടുള്ള ഏത് ആത്മാവാണോ ഉള്ളത്, സത്യദൈവത്തിന് വിപരീതമായിട്ട് ഏത് ആത്മാവാണോ ഉള്ളത്, ആ ആത്മാവിൽ നിന്നാണ് എന്നുള്ളത് സത്യമായ കാര്യമാണ്. അതല്ല അദ്ദേഹം വിശ്വസിക്കുന്ന ദൈവമാണ് ഏറ്റവും വലുത്, അദ്ദേഹം വിശ്വസിക്കുന്ന പ്രവാചകൻ സത്യസന്ധനാണ്, നല്ലൊരു പ്രവാചകനാണ് എന്നൊക്കെ ഉറപ്പുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ അദ്ദേഹം ഒന്ന് സംവാദത്തിന് വരുന്നത് വളരെ നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിനോട് യോജിച്ചു പോകുന്ന വിഷയം തന്നെയാണ്. കാരണം ഭയപ്പെട്ട് നടക്കുന്ന വ്യക്തിയാണ്. കാരണം അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് അക്ബറും കൂട്ടരും ഭയപ്പെട്ട് നടക്കുന്നത് സാക്ഷി അപ്പോളജി നെറ്റ്വർക്കിനെയാണെന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിനാൽ അക്ബർ സാഹിബ് മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അക്ബർ സാഹിബിന് ബൈബിൾ എന്താണെന്ന് അറിയില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അക്ബർ സാഹിബ് എന്താണ് പറഞ്ഞതെന്നുള്ളത് നമ്മളൊന്ന് കേൾക്കണമല്ലോ. ഇത് കേട്ടു. ഇതേപോലെ തന്നെ വിവാഹമോചനത്തിന്റെ നിയമങ്ങൾ ആവർത്തന പുസ്തകത്തിലെ 24-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. വിവാഹമോചനത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ പുരുഷന് ഇഷ്ടമുള്ളപ്പോൾ ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു ചരക്കായി കൊണ്ടാണ്, ഒരു കേവല വസ്തുവായി കൊണ്ടാണ് സ്ത്രീയെ വിശദീകരിച്ചിട്ടുള്ളത്. ആവർത്തന പുസ്തകം 24-ാം അധ്യായത്തിൽ ഒരു പുരുഷന് ഇഷ്ടമുള്ളപ്പോൾ ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു ചരക്കായിട്ടാണ്, ഒരു കേവല വസ്തുവായിട്ടാണ് വിശദീകരിച്ചിട്ടുള്ളത്. ആരെ? സ്ത്രീയെ അല്ലെങ്കിൽ ഭാര്യയെ. ഇതാണ് അക്ബർ സാഹിബിന്റെ ബൈബിൾ പരിജ്ഞാനം എന്ന് പറയുന്നത്. ഞാൻ തെറ്റു പറയുന്നില്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം വായിക്കുന്നത് ഏത് ആത്മാവിനെ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ബൈബിളിന് വിപരീതമായിട്ട്, ബൈബിളിലെ സത്യദൈവത്തിന് വിപരീതമായിട്ടുള്ള ഏത് ആത്മാവാണോ വ്യാപരിക്കുന്നത് ആ ആത്മാവിനാലാണ് അദ്ദേഹം ബൈബിൾ വായിച്ചത്. അതുകൊണ്ട് തന്നെയാണ്. ഇനി ആവർത്തന പുസ്തകം 24-ാം അധ്യായം 1 മുതൽ 5 വരെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് നോക്കണ്ടേ? നോക്കാം. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തെരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവളിൽ ദൂഷ്യമായ വല്ലതും കണ്ടിട്ട് അവന് അവളോട് അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കണം. അവന്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ട ശേഷം അവൾ പോയി മറ്റൊരു പുരുഷന് ഭാര്യയായിരിക്കാം. എന്നാൽ രണ്ടാമത്തെ ഭർത്താവ് അവളെ വെറുത്തു ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കുകയോ അവളെ ഭാര്യയായിട്ടെടുത്ത രണ്ടാമത്തെ ഭർത്താവ് മരിച്ചു പോവുകയോ ചെയ്താൽ അവളെ ഉപേക്ഷിച്ച മുമ്പരത്തെ ഭർത്താവിന് അവൾ അശുദ്ധിയായ ശേഷം അവളെ പിന്നെയും ഭാര്യയായി പരിഗ്രഹിച്ചുകൂടാ. അത് യഹോവയുടെ മുമ്പാകെ അറപ്പാകുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ പാപം കൊണ്ട് മലിനമാക്കരുത്. ഒരു പുരുഷൻ പുതുതായി ഒരു സ്ത്രീയെ പരിഗ്രഹിച്ചിരിക്കുമ്പോൾ അവൻ യുദ്ധത്തിന് പോകരുത്, അവന്റെ മേൽ യാതൊരു ഭാരവും വെക്കരുത്. അവൻ ഒരു സംവത്സരത്തേക്ക് വീട്ടിൽ സ്വതന്ത്രനായിരുന്നു താൻ പരിഗ്രഹിച്ച ഭാര്യയെ സന്തോഷിപ്പിക്കണം. ഇതാണ് ആവർത്തന പുസ്തകം 24-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള ഭാഗം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അക്ബർ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സത്യദൈവത്തിന് വിപരീതമായിട്ടുള്ള ആത്മാവിനാൽ ബൈബിൾ വായിച്ചിട്ടുള്ളത്. അക്ബർ പറയുന്നത് ഒരു പുരുഷന് ഇഷ്ടമുള്ളപ്പോൾ ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു ചരക്കായിട്ടാണ്, എന്ത് കേവല വസ്തുവായിട്ടാണ് ഒരു സ്ത്രീ എന്ന്. അങ്ങനെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നിനക്കൊക്കെ ബോധമില്ലേ?
ഒക്കെ ഒരു ശകലം പോലും ബോധം എന്ന് പറയുന്ന സാധനം വായിച്ചു കഴിഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാകണം. ഇതിൽ പ്രത്യേകിച്ച് നോക്കണ്ട, വളരെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തെരഞ്ഞെടുത്ത് വിവാഹശേഷം അവളിൽ ദൂഷ്യമായ വലതും കണ്ടിട്ട് അവന് അവളോട് അനിഷ്ടം ഒരു ഉപേക്ഷണപത്രം എഴുതണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു ഇതിലും വിവാഹമോചനം പാടില്ല. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഉപേക്ഷണപത്രം എഴുതി കയ്യിൽ കൊടുക്കണമെന്നാണ്. എന്നിട്ട് അവളെ വീട്ടിലേക്ക് അയക്കണം. ഇതിൻ്റെയൊക്കെ കൂട്ടി തലാക്ക് ചെല്ലുന്ന പരിപാടിയല്ല. ഫോണിലൂടെയും മറ്റുള്ള ഇതിലൂടെയും കടന്നുകൊണ്ട് തലാക്ക് ചൊല്ലി പരിപാടി ഉണ്ടല്ലോ. ഒരാൾ തലാക്ക് ചൊല്ലി എന്താണെന്ന് അറിയാലോ. ഈ അടുത്തിടയ്ക്ക് കേരളത്തിൽ തന്നെ തലാക്ക് ചൊല്ലിയിട്ട് എന്തായി? ഒരു ഉസ്താദാണ് അകത്തുപോയി. എന്നിട്ട് പറയാം ഒരു വസ്തുവായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഇതാണ് പറയുന്നത്. നിങ്ങൾക്ക് കേവലം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ബുദ്ധി പോലും കിട്ടിയിട്ടില്ല. മുഹമ്മദിന്റെ ബുദ്ധി പോലും നിങ്ങളെപ്പോലുള്ളവർക്ക് കിട്ടിയിട്ടില്ല. ഒരു മുസ്ലിമിനും കിട്ടിയിട്ടില്ല. അതാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കള്ളം പറയാൻ ഉത്തമ മാതൃക മുഹമ്മദിൽ നിന്നും അക്ബറിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അക്ബർ സാഹിബിന് കിട്ടിയ ആ ഒരു ഉത്തമ മാതൃക മുഹമ്മദിൽ നിന്ന് കിട്ടിയതാണ്. കാരണം പ്രവാചകനാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയത്തുമില്ല. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഉത്തമ പ്രവാചകനാണ്, അല്ലെങ്കിൽ നല്ലൊരു പ്രവാചകനാണ്, ഒരു സത്യസന്ധനായ വ്യക്തിയാണെന്ന് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിവില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞു നടക്കുന്നത്. ഇനി ഇസ്ലാമിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇദ്ദേഹം എന്താ പറയുന്നത്? ഇസ്ലാമിൻ്റെതായിട്ടുള്ള വിവാഹ ജീവിതത്തെ പറ്റിയൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടു നോക്കണം. ഭയങ്കര സംഭവമാണ്. ഇതേ കേട്ടോ. പരിശുദ്ധ ഖുർആനാകട്ടെ ഞാൻ പറഞ്ഞതുപോലെ വൈവാഹിക ജീവിതത്തിന്റെ വിശുദ്ധിയെ കുറിച്ച് പഠിപ്പിക്കുന്നതോടൊപ്പം നല്ല രീതിയിലുള്ള വിവാഹ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിനുള്ള കൃത്യമായ മാർഗദർശനം അത് വ്യക്തമായ ഓരോ രംഗത്തുമുള്ള ലൈംഗികതയുടെ വിഷയത്തിൽ വരെ സ്വഭാവ വൈശിഷ്ട്യത്തിന്റെ കാര്യത്തിൽ വരെ ഓരോ ഗാർഹികമായ പ്രശ്നങ്ങളിൽ വരെയുള്ള കൃത്യമായ മാർഗനിർദ്ദേശം നൽകുകയും വൈവാഹിക ജീവിതം പരമാവധി നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട കൃത്യമായ ആദർശങ്ങൾ പഠിപ്പിക്കുകയും ചെയ്ത്, പക്ഷേ അതോടൊപ്പം തന്നെ ഒരിക്കലും പൊട്ടിക്കാൻ കഴിയാത്തൊരു ബന്ധനമാണ് ബന്ധനം എന്ന് ഇസ്ലാം പഠിപ്പിച്ചില്ല. കേട്ടാ, ഇസ്ലാമിലാണ് വിവാഹത്തെപ്പറ്റി, ലൈംഗികതയെപ്പറ്റി, ഒരു സ്ത്രീയുടെ ജീവിതത്തെപ്പറ്റി, വിവാഹ ജീവിതത്തെപ്പറ്റി, വൈവാഹിക ജീവിതത്തെപ്പറ്റി എല്ലാം എഴുതി വച്ചിരിക്കുകയാണ്. ഭയങ്കരമാണ്. ഇസ്ലാമിലെ സ്ത്രീകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഭയങ്കര അവസ്ഥയാണ്. ഭയങ്കര സന്തോഷകരമായ ജീവിതമാണ്. കറുത്ത ചാക്കിൻ്റെ അകത്ത് കയറി നല്ല ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുറാന്റെ അകത്ത് സ്ത്രീയെ എങ്ങനെയാണ് ഭാര്യമാരെ വിളിക്കുന്നത്? കൃഷിയിടം എന്നാണ്. കൃഷിയിടം. ക്രിസ്ത്യാനികളുടെ വീട്ടിലെ പെണ്ണുങ്ങളെ ആരും കൃഷിയിടമാകുന്നെന്ന് ബൈബിളിൻ്റെ അകത്ത് എവിടെ എഴുതി വെച്ചിട്ടില്ല. മനസ്സിലായോ? ബൈബിളിൻ്റെ അകത്ത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗം വായിച്ച എവിടെയും സ്ത്രീകൾ കൃഷിയിടമാണ്, ഭാര്യമാർ കൃഷിയിടമാണ്. ഭാര്യയെ കൃഷിയിടമാണെന്ന് എഴുതി വെച്ചിട്ടില്ല. നിങ്ങളുടെ പുസ്തകത്തിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. പശുവിന്റെ 223 വായിച്ചു നോക്ക്. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു, അതിനാൽ നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തിൽ ചെല്ലാവുന്നതാണ്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടത് നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കേണ്ടതുമാണ്. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അവനുമായി നിങ്ങൾ കണ്ടുമുട്ടേണ്ടതുണ്ടെന്ന് അറിഞ്ഞിരിക്കുകയും ചെയ്യുക. സത്യവിശ്വാസികൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. കൃഷിയിടം എന്റെ പൊന്നടാവേ, ഒരു വല്ലാത്ത അവസ്ഥയായി പോയി കേട്ടോ. സ്വന്തം ഭാര്യനെ നോക്കിയിട്ട് നീ കൃഷിയിടമാണ് എന്ന് മനസ്സിൽ പറയേണ്ട അവസ്ഥ ഒരു മുസ്ലിമിനല്ലാതെ വേറെ ഏത് ജനതയ്ക്കാ ഉള്ളത്? സുന്ദരിയായ ഒരു ഭാര്യനെ കണ്ടിട്ട് ആ ഭാര്യനെ നോക്കിയിട്ട് നീ ഒരു കൃഷിയിടമാണ്, നീ ഒരു വിളനിടമാണെന്ന് പറയുന്നതിന്റെ അത്രയും ഗതികേട് ലോകത്തൊരു മതസ്ഥർക്കും ഇല്ല. നിങ്ങളെപ്പോലുള്ള മുസ്ലിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഇനി യുദ്ധത്തിന് പോലും പോകാൻ പാടില്ല എന്നുള്ളത് എവിടെ? നിങ്ങൾ ആ കാര്യം തള്ളി മറിക്കുന്നതല്ലേ. കാരണം ഇബ്നു നുഗാസിന്റെ വിജയത്തിന്റെ വാതിൽ വാളിന്റെ തള എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിനകത്ത് സുന്ദരിയായ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ പോലും അവളെ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യണം? യുദ്ധത്തിന് പോകണമെന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ പ്രവാചകൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മുഹമ്മദ് പറഞ്ഞു കൊടുത്തയാണ്. യുദ്ധത്തിന് പോകുമ്പോഴത്തേനും സുന്ദരിയായ ഭാര്യ ഉണ്ടെന്ന് വീട്ടിലുണ്ടെന്ന് നീ
യുദ്ധത്തിന് പോകാതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ അതെന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സുന്ദരിയായ ഒരു ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സുന്ദരിയായ ഭാര്യ എന്താണെന്ന് പറയുന്നതാണ് ഈ സംഭവം. ഇത്രത്തോളം വിശദീകരിച്ച് ഇത്രത്തോളം സുന്ദരമായിട്ട് വ്യാഖ്യാനിച്ച് തന്നിരിക്കുക. ഇങ്ങനുണ്ട് എന്നിട്ടോ ഒരു ഹദീസ് കൂടെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ബുഖാരി 29. ജീവിതം മുഴുവൻ അവളൊരുവൾക്ക് നിങ്ങൾ നന്മ ചെയ്താലും നിങ്ങളിൽ അവളൊരു തെറ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് പറയും ഞാൻ നിങ്ങളിൽ ഇതുവരെ ഒരു നല്ലതും കണ്ടിട്ടില്ല. കാരണം പെണ്ണിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പെണ്ണിന്റെ വാക്കൊന്നും കേട്ടിട്ട് കാര്യമില്ല. സുന്ദരിയായ ഭാര്യ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നീ നേരെ എന്ത് ചെയ്യണം? പൊക്കോണം, യുദ്ധത്തിന് പൊക്കോണം, വേറെ ഒന്നുമില്ല. എം അക്ബർ സാഹിബേ ഇത്തരം കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഇനി മതമൊന്നും വളർത്താൻ പറ്റുകയില്ല. ലോകം മുഴുവനും അറിഞ്ഞു ഇസ്ലാം എന്താണെന്ന്. മനസ്സിലായോ? ലോകം മുഴുവനും അറിഞ്ഞു. ഇനി അക്ബർ സാഹിബ് പറഞ്ഞല്ലോ ലൈംഗികത എന്ന് പറഞ്ഞല്ലോ. അല്ല, ഈ നിങ്ങൾ ഈ പറഞ്ഞ ലൈംഗികത എന്ന് പറയുമ്പോഴത്തേനും ഈ കൃഷിയിടമാണല്ലോ നിങ്ങൾ. ആരാ? നിങ്ങളുടെ ഭാര്യമാര് മുഴുവനും കൃഷിയിടമാണ്. ആ കൃഷിയിടത്തിലേക്ക് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണേലും എന്ത് ചെയ്യാം? പ്രവേശിക്കാം. എങ്ങനെ വേണേലും പ്രവേശിക്കാം. അതിനൊന്നൊരു മാറ്റവും ഇല്ല. എന്നാല് ഈ ഇസ്ലാമിക കർമ്മശാസ്ത്ര പുസ്തകത്തിന്റെ അകത്തൊക്കെ ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിത് വേണ്ട പറയണ്ട എന്നൊക്കെ വെച്ചിരുന്നേ. നിങ്ങളെപ്പോലുള്ള പണ്ഡിതന്മാര് 10 പേരെ ഇത് കേൾപ്പിച്ചെങ്കിലേ നിങ്ങൾക്കൊരു ആശ്വാസം ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം പറഞ്ഞെങ്കിൽ പറഞ്ഞിട്ട് ആ വഴി പോവുകയെ. അല്ലാതെ വെറുതെ ബൈബിളിൻ്റെ അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഈ മറച്ചു വെച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഈ പുസ്തകങ്ങള്, അതൊക്കെ ഞങ്ങളെടുത്ത് പുറത്തേക്ക് ഇടും. 10 പേര് അറിയും. അതറിഞ്ഞാൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങളിത് വായിച്ചു പോകുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്കാണ് നാണക്കേടെന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുന്നത്. ഇതൊക്കെ ഉണ്ടോന്ന് ഇസ്ലാമിലെ സ്ത്രീകൾ ചിന്തിക്കാൻ തുടങ്ങും. ഇതൊന്നും അവരെ കാണിക്കാതല്ലേ നിങ്ങൾ ഈ പരിപാടി ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്ക് ലൈംഗികത എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീ എന്ന് പറയുന്നത് വെറും ഒരു ഭോഗവസ്തു തന്നെയാണ്. ഭോഗവസ്തു. ലൈംഗികതയിൽ എന്താണ് നിങ്ങളെ കർമ്മശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്? വധുവിനെ വേദനിപ്പിക്കാതെ അവളെ ആസ്വദിക്കാൻ ഭർത്താവിന് അവകാശമുണ്ട്. യാത്രയിൽ സ്വതന്ത്രയായ പത്നിയെ കൂടെ കൊണ്ടുപോകാം. അവളുമായി ഭോഗിക്കുമ്പോൾ അവന്റെ ശുക്ലം യോനിയിൽ വീഴാതെ ഊരിക്കളയുകയും ചെയ്യാം. ഇത് സ്വതന്ത്ര സ്ത്രീയാണെങ്കിലും വെള്ളാട്ടിയാണെങ്കിലും അനുവദനീയം. നിങ്ങളുടെ കർമ്മശാസ്ത്ര പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. സ്ത്രീയുമായിട്ട് പോകുമ്പോഴത്തേനുവേ ആ ഊരിക്കളയാവുന്ന അത്, അല്ലെങ്കിൽ ഇത് സ്വതന്ത്ര സ്ത്രീയാണെങ്കിലും വെള്ളാട്ടിയാണെങ്കിലും. വെള്ളാട്ടി എന്ന് വെച്ചാൽ ആരാ? വെപ്പാട്ടിയല്ലേ? ആ വെപ്പാട്ടിയുമായിട്ടാണെങ്കിൽ അനുവദനീയമാണെന്ന്. ഇതാണ് ഒരു ഭർത്താവ്. ഇതാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ലൈംഗികത. ഇനി എത്രണ്ണം കെട്ടാം? സ്വതന്ത്രന് 4-ലധികം വിവാഹം ഹറാം. സ്വതന്ത്രന് 4-ലധികം വിവാഹം ഹറാം. നല്ലത് ഏകപതിവ്രതം തന്നെ. വെള്ളാട്ടുകളെ എത്ര വേണമെങ്കിലും വിലക്കി വാങ്ങി ഭോഗിക്കാം. അടിമകൾക്ക് 4 കെട്ടിക്കൂടാ, 2 പാടുള്ളൂ. സുഖിക്കാൻ യോജിച്ച സ്വതന്ത്ര സ്ത്രീയെ കിട്ടാതിരിക്കുകയും വ്യഭിചാരത്തിൽ അകപ്പെടുമെന്ന് ആശങ്കിക്കുകയും ചെയ്താൽ മുസ്ലിമായ വെള്ളാട്ടിയെ കെട്ടാം. സ്വതന്ത്ര സ്ത്രീകൾക്ക് മഹർ കൊടുക്കാൻ കഴിവില്ലെങ്കിൽ, അല്ലെങ്കിൽ വെള്ളാട്ടിയെ വില കൊടുത്തു വാങ്ങാൻ പണമില്ലെങ്കിൽ മുസ്ലിം വെള്ളാട്ടിയെ കെട്ടാം. അടിപൊളി ഇടപാടല്ലേ? ശരിയല്ലേ? നാണമുണ്ടോ? ഇതാണ് ഇസ്ലാമിലെ വിവാഹവും ലൈംഗികതയും എല്ലാം പറഞ്ഞത്. എല്ലാത്തിനും നിയമം ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് നിയമം. ഇതൊക്കെ നിന്റെയൊക്കെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന അല്ല, ഞങ്ങൾ എഴുതി വെച്ചതല്ല. നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? ഇത് നിങ്ങൾ കാണിക്കേണ്ടവരെ കാണിക്കാതെ, മുസ്ലിം സ്ത്രീകളെ കാണിക്കാതെ മറച്ചു വെച്ചിരിക്കുന്ന സംഭവമാണ് ഇത് മുഴുവനും. ഇനി എത്ര എണ്ണം കെട്ടാം? 4 എണ്ണത്തിനെ കെട്ടാം. 4 എണ്ണത്തിന്. അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പാലിക്കാനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ മറ്റു സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 2, 3, 4 പേരെ വിവാഹം ചെയ്തുകൊള്ളുക. എന്നാൽ അവർക്കിടയിൽ നീതി പുലർത്താനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ അധീനതയിലുള്ള അടിമ സ്ത്രീകളെ ഭാര്യയെ പോലെ സ്വീകരിക്കുക. ഇതല്ല ഞാൻ ആദ്യമേ വായിച്ചത്. സ്വതന്ത്ര സ്ത്രീ, വെള്ളാട്ടി, പണമില്ലാന്നുണ്ടെങ്കിൽ മുസ്ലിം വെള്ളാട്ടി, അല്ല പണം ഉണ്ടെങ്കിൽ അല്ലാത്ത വെള്ളാട്ടി. നാണമില്ല? ഇതാണോ ഇസ്ലാമിന്റെ വിവാഹം?
നിങ്ങൾക്ക് പിന്നെ വിവാഹം എന്ന് പറയുന്ന സംഭവം ഇല്ലല്ലോ, നിങ്ങൾക്ക് നിക്കാഹാണല്ലോ. നിക്കാഹും വിവാഹവും തമ്മിലും വ്യത്യാസം ഉണ്ടല്ലോ, ശരിയല്ലേ? നീ 4 കെട്ടിയവന്റെ അവസ്ഥ എന്താണ്? അതാണ് എന്റെ പൊന്നടാവേ ലോക തോൽവി എന്ന് പറയുന്നത്. അതാണ് 4 കെട്ടിയവന്റെ അവസ്ഥ. അത് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ അകത്ത് ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പത്നിമാരിൽ ഓരോരുത്തരെയും സംഭോഗം ചെയ്യൽ നിർബന്ധമില്ല, പക്ഷേ അക്കാര്യത്തിൽ സമത്വം പാലിക്കൽ സുന്നത്തുണ്ട്. ഒരുവളെ ടൂറിന് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നറുക്കിട്ട് തീരുമാനിക്കണം. ഒരുത്തിയെ തന്റെ സ്വന്തം അഭിപ്രായത്തിന് കൊണ്ടുപോകാൻ പാടില്ല. ടൂറിൽ അവളുമായി ചെലവിട്ട രാവുകൾക്ക് പകരം നാട്ടിൽ നിൽക്കുന്നവൾക്ക് രാവുകൾ നൽകണമെന്നില്ല. എന്നാൽ നറുക്കിടാത്തവളെ കൊണ്ടുപോയതെങ്കിൽ പാപമാണത്. അത്ര രാവുകൾ മറ്റു ഭാര്യമാരുടെ അറയിൽ വീട്ടിൽ നിർബന്ധം. ഒരുത്തി തന്റെ ഊഴം മറ്റൊരു ഭാര്യയ്ക്ക് ദാനം ചെയ്താൽ ഭർത്താവിന് സമ്മതമെങ്കിൽ തെറ്റില്ല. ഒരുത്തി തന്റെ ഊഴം ഭർത്താവിന് വിട്ടുകൊടുത്താൽ അവന് ആ ഊഴ ദിവസങ്ങളിൽ തനിക്ക് തോന്നിയ ഭാര്യമാരുടെ കൂടെ ഉറങ്ങാം. അവൾ തന്റെ ഊഴം തിരിച്ചു പിടിച്ചാൽ ആ ദിവസം മുതൽ അവളുടെ ഊഴം ഭർത്താവ് പാലിക്കണം. ഒരുത്തിയെ ഊഴ ദിവസം തക്കതായ കാരണം കൂടാതെ മറ്റൊരുത്തിയുടെ അറയിൽ പോകാൻ പാടില്ല. പകൽ വല്ല ആവശ്യമുണ്ടെങ്കിൽ അവിടെ പോകാം. രാത്രി അത്യാവശ്യത്തിന് വേണ്ടി മാത്രമേ പോകാവൂ. ആ ഘട്ടത്തിൽ അവളുടെ കൂടെ ഉറങ്ങിയാൽ അത് കടം വീട്ടേണ്ടി വരും. 4 കെട്ടിയവരെ ഒന്ന് ടൂറ് പോണമെങ്കിൽ നറുക്കിടണം. ഇത് ഇവരെ എഴുതി വെച്ചിരിക്കുന്നതിന്റെ മാതൃക എവിടുന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് ചെയ്ത പരിപാടിയാണ്. മുഹമ്മദ് യാത്ര പോകുമ്പോൾ ഇതെന്ത് ചെയ്യും? ചീട്ടിടുമായിരുന്നു. കൂടുതൽ ആയിഷയ്ക്ക് തന്നെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ചീട്ടിട്ട് ആയിഷേനെ കൊണ്ടുപോകും. അങ്ങനെ ചീട്ടിട്ട് ഇടുന്ന പെണ്ണുങ്ങളെ കൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇനി അതുപോലെ തന്നെയാണ് ഇപ്പോ പറഞ്ഞല്ലോ, ഭർത്താവിന് ഭാര്യയ്ക്ക് ഊഴ ദിവസം മാറ്റി കൊടുക്കാമെന്ന്. സൗദ എന്ന് പറയുന്ന ഒരു ഭാര്യ ഉണ്ടായിരുന്നു മുഹമ്മദിന്. സൗദ നല്ല പൊക്കവും തടിച്ചും ഒക്കെ ഉള്ള ഭയങ്കര വണ്ണമുള്ള സ്ത്രീയായിരുന്നു. സൗദയെ മുഹമ്മദ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. മനസ്സിലായോ? സൗദയെ മുഹമ്മദ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനിച്ച സമയത്ത് സൗദ എന്ത് ചെയ്തു? സൗദയുടെ ദിവസം കൂടെ ആയിഷയ്ക്ക് കൊടുത്തു. ആ സംഭവമാണ് ഇവിടെ. ഒരുത്തി തന്റെ ഊഴം ഭർത്താവിന് വിട്ടുകൊടുത്താൽ എന്ന് വെച്ചാൽ എന്താ? സൗദ ആയിഷയ്ക്ക് തന്റെ ദിവസങ്ങൾ വിട്ടുകൊടുത്തു. അതേ പരിപാടി തന്നെ എന്ത് ചെയ്ത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇതാണോ അക്ബർ സാഹിബ് ഇസ്ലാമിലെ ഈ വിവാഹം, നിക്കാഹ് എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവം? ഇതാണോ? നിങ്ങൾക്ക് നിക്കാഹ് എന്ന് പറയുന്ന സംഭവം ഇല്ല എന്നുള്ള കാര്യം 100% ഉറപ്പല്ലേ? നിക്കാഹ് എന്ന് പറയുന്ന സംഭവം അല്ലേ നിങ്ങൾക്കുള്ളത്? ശരി. വിവാഹം എന്ന് പറയുന്ന സംഭവം ഇല്ല എന്നുള്ളത് 100% ഉറപ്പല്ലേ? നിങ്ങൾക്ക് അവിടെ വിവാഹം, നിങ്ങൾക്ക് വിവാഹം എന്ന് പറയുന്ന സംഭവം ഇല്ല. നിങ്ങൾക്ക് വിവാഹമല്ല, നിങ്ങൾക്ക് നിക്കാഹാണുള്ളത്. നിക്കാഹ് അഥവാ വിവാഹം. വിവാഹത്തിന് അറബിയിൽ ഉപയോഗിക്കുന്ന പദമാണ് നിക്കാഹ്. നിക്കാഹ് എന്ന അറബി പദത്തിന്റെ ഭാഷാർത്ഥം ലൈംഗിക വീഴ്ച എന്നാണ്. കേട്ടോ? ലൈംഗിക വീഴ്ച എന്നാണ്, വേറെ ഒന്നുമില്ല. ഇനി ഒന്നുകൂടെ ഉണ്ട്, അതുകൂടെ നോക്കാം. ഒരുമിക്കുക, മേളിക്കുക എന്നീ അർത്ഥങ്ങളാണ് ഭാഷാപരമായി നിക്കാഹ് എന്ന പദത്തിനുള്ളത്. മരങ്ങൾ ആടി ഉലഞ്ഞ് പരസ്പരം കൂടിക്കലരുന്നതിന് തനാഖദിൽ അസ്ജാർ എന്ന് പ്രയോഗിക്കാറുണ്ട്. ഇൻകാഹ്, തസ്വീജ് എന്ന പദങ്ങൾ ഉപയോഗിച്ച് സംഭോഗം അനുവദനീയമാക്കുന്ന ഇടപാടാണ് സാങ്കേതിക അർത്ഥത്തിൽ നിക്കാഹ്. ഈ പദം വിവാഹ ഇടപാടിനും സംഭോഗത്തിനും ഉപയോഗിക്കാറുണ്ടെങ്കിലും ഒന്നാമത്തേത് നേർ അർത്ഥവും രണ്ടാമത്തേത് സൂചനാർത്ഥവുമാണ്. ഇതല്ലേ നിക്കാഹ്? ഇതെവിടെ വിവാഹത്തിന്റെ മൂല്യമുള്ളത്? നിങ്ങൾക്ക് വിവാഹ മൂല്യമൊന്നുമില്ല. നിങ്ങൾക്ക് നിക്കാഹിൻ്റെതായിട്ടുള്ള പരിപാടിയുണ്ട്. നിക്കാഹ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭോഗം, അത്രേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞെന്താ? മഹർ കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ. വിവാഹം അല്ലെങ്കിൽ സംയോഗം കാരണമായി ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് കിട്ടൽ നിർബന്ധമായ സ്വത്തിന്റെ പേരാണ് മഹർ. ശരിയല്ലേ? വിവാഹം അല്ലെങ്കിൽ സംഭോഗം കാരണമായി ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക്, വിവാഹം അല്ലെങ്കിൽ സംഭോഗം ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് ഇത് കൊടുക്കണം. ഇതാണ് മഹർ എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായോ?